പ്രശാന്ത്, ഈ 2025 ഈ ശബരിമലയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയക്കുമ്പോൾ അത് വേണ്ടപ്പെട്ടവരെ അറിയിച്ചില്ല, ഹൈക്കോടതി ബന്ധപ്പെട്ട ഡിവിഷൻ ബെഞ്ചിനോട് അനുമതിയിട്ടില്ല എന്നടക്കമുള്ള കുറ്റങ്ങളുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ഇന്നിപ്പോൾ PS പ്രശാന്ത് നിരത്തിയിരിക്കുന്ന അഭിപ്രായം, ഈ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തൊട്ടു മുൻപായി ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. നീണ്ട ഒരു വിശദീകരണ കുറിപ്പാണ് അത്. ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല 2019 ഈ സംഭവത്തിൽ തനിക്ക് എന്ത് റോളാണ് ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല കൊണ്ടുപോയ പാളിക്ക് ഒരു തരത്തിലും നഷ്ടമോ അല്ലെങ്കിൽ കുറവോ ഒന്നും ഉണ്ടായിട്ടില്ല, തൂക്കം കൂടുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു വിശദീകരണം നൽകുകയുമാണ് ചെയ്യുന്നത്. എത്രത്തോളം ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ ഈ ന്യായീകരണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് തെളിയുന്ന രീതിയിലേക്ക് SITയുടെ പക്കൽ എന്താണുള്ളത് പ്രശാന്ത്? SIT ഒക്കെ രൂപീകരിക്കും മുൻപ് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നപ്പോൾ തന്നെ 2025 PS പ്രശാന്ത് പ്രസിഡന്റായ ഭരണസമിതിക്കുണ്ടായ വീഴ്ചകൾ നമ്മൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു കാട്ടിയപ്പോൾ അന്ന് വളരെ അസ്വസ്ഥനായാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ള തടയുകയാണ്, അതായത് സ്വർണ്ണക്കൊള്ള തടയുകയാണ് ചെയ്തത്. ഒരു തരത്തിലുള്ള സ്പോൺസറുടെ ഇടപെടലും ഉണ്ടായിട്ടില്ല, ഒരു പ്രൊസീജിയറൽ ലാപ്സ് മാത്രമാണ് ഉണ്ടായത്, അതായത് ഒരു നടപടിക്രമങ്ങളുടെ വീഴ്ച മാത്രമാണെന്നാണ് അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ടത്. പക്ഷേ SIT പിന്നീട് അന്വേഷണം നടത്തി 2019 ദ്വാരപാല ശില്പത്തിൻ്റെ പാളിയുടെയും കട്ടളപ്പാളിയുടെയും 2025 ഈ ശബരിമല ദ്വാരപാല ശില്പത്തിൻ്റെ പാളി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് അയച്ചത്, ഇതെല്ലാം തന്നെ പരിശോധന നടത്തി അവസാനം അവർ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഗൂഢാലോചനയും വ്യാജരേഖ ചമയ്ക്കലും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഒരു ക്രിമിനൽ കോൺസ്പിറസി അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ടായി നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഈ 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി ഈ ദ്വാരപാല ശില്പത്തിൻ്റെ പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയച്ചത് അത് 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അത് SIT അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നതിന് കാരണം ഇത് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കുന്നത് ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രവൃത്തി അവിടെ നടക്കുന്നു, സ്പെഷ്യൽ കമ്മീഷണർ അറിയുന്നു, അത് ഹൈക്കോടതിയെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പൂജാതി കാര്യങ്ങളായാലും ദേവപ്രശ്നമെല്ലാം മറ്റ് ദൈനംദിന കാര്യങ്ങളെല്ലാം തന്ത്രിയിൽ നിക്ഷിപ്തമാണെങ്കിൽ ഈ 2025 നടപടിയിലേക്ക് മറ്റൊരു ദേവസ്വം ബോർഡിന്റെ കാലഘട്ടത്തിലേക്ക് കൂടി ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന് വിധേയമാകുമ്പോൾ അവിടെ തന്ത്രിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടാകുമോ? തന്ത്രിയിൽ നിന്നും വിശദീകരണം തേടാനുള്ള സാധ്യത, അല്ലെങ്കിൽ മൊഴിയെടുപ്പോ ചോദ്യം ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും തന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ ഒരിക്കൽ സമർപ്പിക്കപ്പെട്ട ശബരിമല ഭഗവാന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട വസ്തു എന്ത് തന്നെ ആയാലും അത് പിന്നീട് സമർപ്പിക്കുന്നതോടെ അത് ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വത്തായി മാറും എന്നതാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം തന്നെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും തന്ത്രിയുടെ അനുജ്ഞ വാങ്ങി, കാരണം ആചാരപരമായ വിഷയങ്ങൾ കൂടി ഇതിലുണ്ട് എന്നതുകൊണ്ട് തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിയാണ് ഇതെല്ലാം നടപ്പാക്കിയിരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ തന്ത്രിക്ക് ഈ 2025 ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി സ്വർണം പൂശാനായി അയച്ചതിലും തന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ മൂന്നാമത്തെ കേസ് വരുമ്പോൾ പ്രതി ചേർക്കപ്പെടുന്നവരിൽ തന്ത്രി അടക്കമുള്ളവർ ഉണ്ടാകും എന്ന സൂചനകൾ ലഭിക്കുന്നത്. എന്തായാലും ഈ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തില്ല, സ്പെഷ്യൽ കമ്മീഷണർ ഈ വിവരം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 2019 കൊള്ളയടക്കം പുറത്തു വരാനുള്ള സാധ്യത കുറവായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ ചെയ്തത്. സ്പെഷ്യൽ കമ്മീഷണർ പിന്നീട് അറിയിച്ചു. പക്ഷേ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുന്നതിൽ ഇവർക്കൊരു വലിയ വീഴ്ച പറ്റി. അത് ഹൈക്കോടതിയുടെ തങ്ങൾക്ക് അറിയില്ലായിരുന്നു. 2023 അങ്ങനൊരു നിർദ്ദേശമുണ്ട്, ശബരിമലയിൽ എന്ത് തന്നെ പ്രവൃത്തി ചെയ്താലും അത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം എന്ന ഒരു ഉത്തരവുള്ള കാര്യം തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് അന്നത്തെ ബോർഡ് പ്രസിഡന്റ് കൂടിയായ PS പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ച ശേഷം മാത്രമാണ് അറിയിച്ചു എന്നതൊരു ന്യായമായി പറയുമ്പോഴും അത് 19 ഗൂഢാലോചന 19 കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു കോൺസ്പിറസിയായി തന്നെ, ഗൂഢാലോചനയായി തന്നെയാണ് SIT ഹൈക്കോടതിക്ക് മുൻപാകെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഇന്നിപ്പോൾ ഉണ്ടായ അറസ്റ്റും എല്ലാം അതിൻ്റെ ഭാഗമായാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും 19 ഇത്തവണ കൊള്ള ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും അതിന് തുല്യമായൊരു നീക്കം തന്നെയാണ് ഇത്തവണ നടന്നത് എന്ന തരത്തിൽ തന്നെയാണ് SITയുടെ അന്വേഷണം പുരോഗമിച്ചതും നടപടികൾ നീങ്ങുകയും ചെയ്യുന്നത്.